ഹലോ ഗൈസ്, നമ്മുടെ ഈ വേഷത്തിന് പിന്നിൽ ചില രഹസ്യങ്ങളുണ്ട്. നമ്മൾ ഇന്നൊരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. അതായത് ഇന്നത്തെ ദിവസം നമ്മുടെ വർക്കല കാപ്പിൽ ബീച്ചിൽ ഒരു അടിപൊളി സ്ക്യൂബ ഡൈവിംഗ് തുടങ്ങിയിട്ടുണ്ട്. നേരെ നമ്മൾ സ്ക്യൂബ ഡൈവിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള മറ്റ് ഡീറ്റെയിൽസും വിശേഷങ്ങളിലേക്ക് ഇനി കടക്കാം. എന്തായാലും ഇനി സ്ക്യൂബ ഡൈവിങ്ങിന് വേണ്ടി ലക്ഷദ്വീപിലേക്കോ വിദേശ രാജ്യങ്ങളിലോട്ടോ ഒന്നും പോവേണ്ട കാര്യമില്ല. അത് നമ്മുടെ സ്വന്തം വർക്കലയിൽ തന്നെ നമ്മളെ സ്ക്യൂബ ഡൈവിംഗ് വന്നിട്ടുണ്ട്. ബാക്കി ഇനി വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, അടിപൊളി കാഴ്ചകളാണ്. അതുകൊണ്ട് വീഡിയോ മിസ് ചെയ്താൽ എല്ലാവരും കാണുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഗൈസ്, നമ്മൾ സ്ക്യൂബ ഡൈവിങ്ങിന് പോകുന്നതിന് മുമ്പ് അവിടെ വെൽ എക്സ്പേർട്ട് ആയിട്ടുള്ള സ്ക്യൂബ ഡൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സിൻ്റെ തിയറട്ടിക്കൽ ക്ലാസ് ആയിരുന്നു ആദ്യം നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. അതായത് തിയറട്ടിക്കൽ ക്ലാസ്സും അതോടൊപ്പം പ്രാക്ടിക്കൽ സെഷനും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ നമ്മുടെ ഡൈവിംഗ് സ്പോട്ടിലോട്ട് അവർ കൊണ്ടുപോകത്തുള്ളൂ. സോ നമ്മൾ ആ സ്ക്യൂബ ഡൈവിങ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ട റൂൾസ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ള ഉൾപ്പെടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു തിയറട്ടിക്കൽ ക്ലാസ് ആണ് നമ്മുടെ ഡൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫുള്ള് തിയറട്ടിക്കൽ ക്ലാസ് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ടൈം എന്തായാലും ഒത്തിരി കൂടി പോകും അല്ലേ. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം. വെൽക്കം ടു ദ ബ്ലൂ ഫോഴ്സ് അഡ്വഞ്ചേഴ്സ്. Today we will be diving at the very pristine location of Kapil. The depth is almost at the max 12 meters. So first I'll be explaining you the skills which needs to be done underwater. Then I'll explain the equipment which we will be using for the scuba dive. Okay sir? Everybody knows the full form of scuba. This is self-contained underwater breathing apparatus. Now coming to the equipment part, this is called as the buoyancy control device, BCD. This is the regulator set. This is the first stage of the regulator, and this is the second stage of the regulator, which regulates the air coming from the cylinder and gives it to us on demand. This is called as demand valve. Okay. This is the scuba diving cylinder which we fill up to a maximum of 200 bar. Our maximum time underwater depends on person to person. Okay. A person may spend almost 1 hour underwater depending on his capacity to breathe efficiently. Okay. Low pressure inflator which is used to inflate the BCD like this, and this is a deflation valve to release the air from buoyancy control device. For you students particularly, you won't be touching the equipment. You need to do only 3 things underwater. What are the 3 things? Number 1, breathe. Golden rule of scuba says never ever hold your breath. Okay, number 1, you will be continuously breathing. That's it. Number 2, you are going to enjoy the dive. Number 3, we won't be equalizing for you because it's your body. You need to equalize for yourself. Okay. So equalization is done by you only. So these are the 3 things which you will be doing today underwater. Okay. Now we'll go to the underwater hand signals. This is both a question and answer. This is called, are you okay? If you are okay, you will signal us, yes, I am okay. If you are not okay, what is the hand signal? Yo, I am not okay. അങ്ങനെ നമ്മുടെ ഡൈവിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഹാൻഡ് സിഗ്നൽസ്, നമ്മൾ കാണിക്കേണ്ട ഹാൻഡ് സിഗ്നൽസ് എല്ലാം വ്യക്തമായി തന്നെ നമ്മുടെ ഇൻസ്ട്രക്ടർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മസിൽ ക്രാംസ് വരുമ്പോൾ എന്താണ് കാണിക്കേണ്ടത്, മുകളിലോട്ട് പോകാൻ, അതുപോലെ താഴോട്ട് പോകാൻ, അങ്ങനെ എല്ലാവിധ ഹാൻഡ് സിഗ്നൽസും വ്യക്തമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. If at all you are forgetting to equalize, I may pinch your nose. Okay, don't think that I am doing something extra. I may pinch your nose. Okay, to make you remember that you need to equalize because we are descending to a greater depth. Today we will be doing 3 skills, main 3 skills underwater. Number 1 is regulator recovery. If at all the regulator gets out of your mouth, how to tuck in inside your mouth and do the purging. Number 2, mask clearing. If at all the water gets into the mask,
how to clear the mask. Number 3. Any guesses? Just breathe. Just breathe. Okay? Just breathe and try to equalize every 3 seconds. Make it a habit. Okay? അങ്ങനെ തിയററ്റിക്കൽ സെഷന് ശേഷം ഇനി നമ്മളെല്ലാവരും പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോകാൻ പോവാണ്. അതിനു മുമ്പ് തന്നെ അവർ ഡൈവിംഗ് സ്യൂട്ട് നമുക്ക് തന്നു. സോ ഞാനും ചേട്ടനും ഒക്കെ സ്യൂട്ട് ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. സൂരജന് കിട്ടിയ സ്യൂട്ടിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് സൂരജനും തൽക്കാലം ചേട്ടൻ സ്വന്തം ഡ്രസ്സിൽ തന്നെ ഇട്ടുകൊണ്ടാണ് പോകാൻ പോകുന്നത്. എനിവേ എനിക്കും ചേട്ടനും സ്യൂട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതാ പ്രാക്ടിക്കൽ സെഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ തിയററ്റിക്കലായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ ചെയ്തിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ചേട്ടൻ ദാ എടുത്ത് ചാടിയിട്ടുണ്ട്. അങ്ങനെ ഞാനും എൻ്റെയും പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞു. ചേട്ടനും ദാണ്ട് ഇവിടെ പ്രാക്ടിക്കൽ ചെയ്യുന്നുണ്ട്. സൂരജനും ദാ ഇറങ്ങുന്നു. ഇനി നമുക്ക് ഡൈവിംഗ് സ്കൂളിലോട്ട് പോകാം. നമ്മുടെ ട്രെയിനിങ് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പ്രാക്ടിക്കൽസ് അതായത് ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കളയുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. പിന്നെ ബ്രീത് ചെയ്യുന്നത് ഓക്കെ അല്ല നമ്മളെ ട്രെയിൻ ചെയ്ത് നമ്മുടെ കിടലം ടീംസ് ഉണ്ട്. സോ ആരും പേടിക്കേണ്ട കാര്യമില്ല. എനിക്കൊരു നീന്തലിൻ്റെ ABCD അങ്ങനെ ഒന്നുമേ അറിയാത്ത ഞാനാണ് സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോകുന്നത്. ഇതായാലും എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിനിങ്? ഇനി എന്താവുമോ എന്തോ അവിടെ ചെന്നിട്ട് മതി കാണാം. നമ്മുടെ ഇൻസ്റ്റ 360 ഒക്കെ വെള്ളത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. തിരിച്ച് ഇതൊക്കെ വർക്കിങ്ങുകൾ നമ്മുടെ അംഗായുധങ്ങളുമായി നമ്മളിന് പോകാൻ പോവാണ്. ഇതിന് നല്ല കിടില വെയിറ്റ് ആണ്, കാണുന്ന പോലെ അല്ല. പിന്നെ വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്ക് ആ വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. സോ അതുകൊണ്ട് സീനില്ല. പക്ഷെ നല്ല അടിപൊളി വെയിറ്റ് ആണ്. അങ്ങനെ അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് നമ്മൾ ഇതാ പോകുന്നു. കാറിലേക്ക് സാധനങ്ങളെല്ലാം കൊണ്ട് വെക്കുന്നുണ്ട്. നമ്മളിനി ഇവിടുന്ന് എങ്ങോട്ടേക്കാ ചേട്ടാ പോന്നേ? അതാ കടലിരുന്നു എല്ലാം കുറയ്ക്കാനുണ്ടെങ്കിൽ അതെങ്ങനെ കുറയ്ക്കാനാ? അയ്യോ അങ്ങനെ മാങ്ങ കുറച്ചിരിക്കുകയാണ്. തിരിച്ചിലൊക്കെ വരുമോ? ഈ ആക്ഷനിൽ വരുമോ? അപ്പൊ ഗൈസ് നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ്. സോ നമ്മുടെ സ്പോട്ട് കറക്റ്റായിട്ട് വരുന്നത് കാപ്പിൽ ഇടവ ബീച്ചിൽ, വെറ്റക്കട ബീച്ച് എന്ന് പറയുന്ന പ്ലേസ് നെയിമാണ് കറക്റ്റായിട്ടുള്ളത്. സോ നമ്മൾ ഇതാണ്ട് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ബോട്ടിൽ പോലെ, സോ ജാക്കറ്റ് ഇടണം. വെയിറ്റ് അല്ലേ? അതാണെന്തോ. ചേട്ടന്റെ പേരെന്താ? ശ്രീജിത്ത്. നമ്മുടെ യാത്ര അങ്ങനെ നമുക്ക് പോകാനുള്ള ബോട്ടാണ് അവരിതാ അവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ട്രെയിനിങ് സെഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കടലിലേക്ക് പോവാണ്. സോ നമ്മൾ ഇവിടെ കാപ്പിലെത്തി. നമ്മുടെ ബോട്ട് ഇവിടെ റെഡി ആവുന്നുണ്ട്. നമ്മുടെ സാധനങ്ങളെല്ലാം അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങ് പോയിട്ടായിരിക്കും നമ്മൾ കടലിൽ ഇറങ്ങാൻ പോകുന്നത്. നമ്മുടെ ചേട്ടന്മാരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഇതാ ഒരു ട്രാക്ടർ യൂസ് ചെയ്തുകൊണ്ടാണ് കടലിലേക്ക് ഇറക്കുന്നത് കേട്ടോ. അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. ട്രാക്ടർ വെച്ചിട്ട് ആ ഒരു ബോട്ട് ഇങ്ങനെ തെള്ളിക്കൊണ്ട് പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ നമ്മുടെ കടലിലേക്ക് പോകാം. ക്ലിയർ ആണല്ലേ? ബോട്ടിൽ പോവുകയാണെ ഉള്ളിലോട്ട്. പേടിയാവുന്നതേ പേടിയാവുന്നു. ലൊക്കേഷൻ എത്തുവാണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ എത്തുന്നുണ്ട്. ലൊക്കേഷനായി. അപ്പം അങ്ങേ കര നിങ്ങൾക്ക് കാണാം. അവിടെ നിന്നാണ് നമ്മൾ ഇത്രയും ദൂരം എത്തിയത്.
അടിയിലിരുന്ന് നങ്കൂരിട്ട് അവിടെ നിൽക്കും, ഈ വള്ളം അവിടെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നങ്കൂരം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി അവർ ആദ്യം പോവും. അവിടെ പോയി എല്ലാമൊക്കെ സെറ്റാക്കി നമ്മുടെ സ്പോട്ടൊക്കെ റെഡി ആയിട്ട് മാത്രമേ നമ്മളെ അവർ താഴോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ് ഇതാ പോവുകയാണ്. താഴെ പോയി നങ്കൂരമൊക്കെ ലോക്ക് ചെയ്ത് സ്പോട്ടൊക്കെ റെഡിയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുമായിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടാണ് ചാടാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഇൻസ്ട്രക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അത് കണ്ട് പഠിച്ചിട്ട് വേണം ഇനി അതുപോലെ നമുക്കും ചാടാൻ വേണ്ടി. ചാടി ചെടതാ പേടിച്ചു പോയി. പിന്നെ അതിൽ എയർ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഫ്ലോട്ടാക്കി ഇടന്നു. ചേട്ടൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ എന്നെ പിടിച്ച് താൽക്കും തോന്നുന്നു. നമ്മളിനി താഴോട്ട് പോവാണ്. സോ എക്സൈറ്റഡ്. എന്നിട്ട് നമ്മൾ മേളിലോട്ട് വരും. ചേട്ടനെ കണ്ട് റെഡിയാക്കുന്നുണ്ട്. ചേട്ടൻ ആദ്യം നമുക്ക് തള്ളിയിട്ടിട്ട് ഒരു അവസരമാണ് കടലിലോട്ട് എൻ്റെ ചേട്ടനെ തള്ളിയിടാൻ കിട്ടിയ എനിക്കൊരു അവസരം ഞാൻ യൂസ് ചെയ്യുന്നു. ഇതൊന്ന് ടൈറ്റ് ആവുമായിരുന്നു. എണീറ്റിട്ട് പുള്ളി ഒന്ന് ടൈറ്റ് ചെയ്യും. മൈൻഡ് ഫുള്ളായിരിക്കും. കടലിലെ നടുക്കൊക്കെ തൂക്കുന്നത് ആദ്യമായിട്ടാണ്. വെറൈറ്റി തൂക്കരുത്. ഒരുങ്ങിയിരുന്നോ? ഞാനും എൻ്റെ ചേട്ടനും പോവാണ്. പോവാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോവേണ. ഞങ്ങളിതാ പോകുന്നു. വേറൊരു ലോകത്തേക്ക് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. താറാവിനെ കണക്കാണെങ്കിൽ നമ്മുടെ കാലൊക്കെ വരാൻ പോകുന്നത് വെറൈറ്റി ആണ്. നമ്മള് ഫിൻസൊക്കെ വെക്കാൻ പോകുന്നത്. അതായത് നമ്മള് നേരത്തെ കണ്ടത് നമ്മളിപ്പോ ഒരു താറാവിന്റെ ലുക്കിലാണ് നമ്മളിപ്പോ ഇറങ്ങാൻ പോകണം കേട്ടോ. അത് സെറ്റ് ആയിട്ട് ഒരു താറാവ് പോകുന്ന കണക്ക് നമ്മളിങ്ങനെ പോകാൻ പോവുകയാണ്. അതുകൊണ്ട് താറാവിന്റെ കാലൊക്കെ ഫിറ്റ് ചെയ്യും. ചേട്ടൻ മഞ്ഞ താറാവ്, ഞാൻ ചുവന്ന താറാവ്. പിടിച്ച് കറി വയ്ക്കല്ലേ. അങ്ങനെ ചേട്ടനും ഞാനും കൂടെ ചാടാനായിട്ട് സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പൊ ആദ്യം ചേട്ടനെ നമുക്ക് താഴേക്കിടാം. അയ്യോ എന്റെ ചേട്ടൻ പോയേ. അങ്ങനെ ചേച്ചിയും പോവാൻ പോവുകയാണ്. നേരെ മൗത്ത് നേരെ പിടി. ഏരിയാണത്. അങ്ങനെ ചേച്ചി എടുത്ത് കടലിലോട്ട് ഇടുന്ന ചടങ്ങാണ് അടുത്തത്. ചേച്ചി കേട്ടാ ടൈറ്റ് ചെയ്ത് പിടിച്ചോണം. 3, 2, 1 റോൾ. ആരെ ചീത്ത പറയണ. അങ്ങനെ ചേട്ടനും ഞാനും ഇതാ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഇപ്പൊ വായു വെള്ളമില്ലല്ലേ, തുപ്പല് കളയാനാ. പയ്യെ കാണാറുണ്ട്. ഓരോരോ മീറ്ററിലും പയ്യെ ഇക്വലൈസ് കാണാം. ഓക്കെ ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാം. കമ നടക്കും പിടിച്ചു പോലെ ഞാനാ പിടിക്കുന്നത്. അങ്ങനെ തന്നെ സമാധാനം ചേച്ചി വിറച്ച് കഴിഞ്ഞാല് നമുക്ക് താഴെ പോകാൻ പറ്റത്തില്ല. മൈൻഡ് റിലാക്സ് ചെയ്യാതെ. അങ്ങനെ ഒടുവിൽ ഗൈസ് ഞാനിതാ കടലിനടിയിലേക്ക് പോകുകയാണ്, താഴേക്ക് പോവുകയാണ്. സോ നമുക്കിനി കടലിൻ്റെ അടിയിലെ കാഴ്ചകൾ കാണാം. കമോൺ.
Straight to the moon. To the moon. Straight to the moon. To the moon. To the moon. Straight to the moon. To the moon. Brain, 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 brain. Straight to the brain, 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 brain. To the brain, 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 brain. Straight to the brain, 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 brain. Straight to the moon. Straight to the moon. To the moon.
ഗൈസ്, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തെ വലിയ തുറയിലെ അവരുടെ ഡൈവിംഗ് സ്പോട്ടാണ്. ടോട്ടൽ ബ്ലൂ ഫോഴ്സിന് 2 സ്പോട്ടാണുള്ളത്. ഒന്ന് വർക്കല ഇടവ ബീച്ചിൽ, അതാണ് നമ്മൾ ഇതിന് തൊട്ട് മുന്നേ വരെ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചകൾ അവിടുത്തെ ആയിരുന്നു. ഇനി ഇത് ട്രിവാൻഡ്രത്ത് വലിയ തുറ ബീച്ചിലെ ഡൈവിംഗ് സ്പോട്ടാണ്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയും തോന്നി. എന്നാൽ അത്രയും മീനുകളെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. ഇത്രയും മീനുകളുടെ ഇടയ്ക്ക് നമുക്ക് ഡൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഓർത്തപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഉടനെ തന്നെ നമ്മൾ വലിയ തുറ സ്പോട്ടിലും പോയി ഡൈവിങ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ടോട്ടൽ ഇപ്പോൾ നിലവിൽ 2 ഡൈവിംഗ് സ്പോട്ടാണ് ബ്ലൂ ഫോഴ്സ് അഡ്വഞ്ചേഴ്സിനുള്ളത്. അങ്ങനെ നമ്മൾ ഡൈവിംഗ് എല്ലാം കഴിഞ്ഞതാ ഓരോരുത്തരായിട്ട് ബോട്ടിലേക്ക് തിരിച്ച് കയറാൻ പോവാണ്. ചേട്ടൻ ദാ വന്നു. ഈ ടൈമിൽ എനിക്കൊന്ന് ഞാൻ കടലിനടിയിലായിരുന്നു. അങ്ങനെ നമ്മുടെ ഡൈവിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ എൻഡ് ചെയ്തിരിക്കുകയാണ്. എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല. അതായത് കുറച്ചു നേരം നമ്മളൊരു 2 മിനിറ്റ് നേരം നമുക്ക് അത്യാവശ്യം ചെറിയൊരു പ്രഷർ കണക്ക് നമുക്ക് ഫീൽ ആവും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ മോനെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഗൈസ്, ഫിഷ് ക്യാച്ചിങ്ങിന് പോവാണ്. ബി ഫോർ വിക്ടറി. റെഡി 3 2 1 റോൾ. അങ്ങനെ സ്ക്യൂബ ഡൈവിങ്ങിന് പോയപ്പോഴും നമ്മൾ നമ്മുടെ ഡ്രോൺ മറന്നിട്ടില്ല. ബോട്ടിലിരുന്ന് ചേട്ടൻ ഡ്രോണിലെടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്സാണിത്. നല്ല അടിപൊളി വ്യൂ അല്ലേ കാണാൻ. അവിടെ ഒരു ഓല പോലെ നിങ്ങൾക്കൊരു പോർഷൻ കാണാമായിരുന്നു. സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ ഡൈവിംഗ് സ്പോട്ടാണത്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ താഴെ ആ റീഫിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡും കാണാനായിട്ട് പറ്റും അല്ലേ. നേരത്തെ കണ്ട കാഴ്ചകളിൽ ആ റീഫ് മുകളിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ഷെയ്ഡ് കാണാനായിട്ട് പറ്റും. നമ്മൾ നടുക്കടലിൽ ബോട്ടിലിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ആദ്യത്തെ എന്ന് പറയുമ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ബോട്ടിൽ കടലിൽ നിൽക്കുന്ന നമ്മൾ കന്യാകുമാരി മാത്രമാണ് ബോട്ട് പോയിട്ടുള്ളത്. ചേട്ടയുടെ ഡ്രോൺ പറത്താണ്. അങ്ങനെ നമ്മുടെ സ്കൂബ ഡൈവിങ് കഴിഞ്ഞു. ഞാൻ ശരിക്കും ഒരുപാട് പേടിച്ചേട്ടോ. ചെവി വേദന വന്നതേക്ക് എനിക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു. പിന്നെ കറക്റ്റ് പറഞ്ഞനുസരിച്ച് അവർ പറയുന്ന അനുസരിച്ച് പ്രഷറൊക്കെ ബാലൻസ് ചെയ്തപ്പോൾ എല്ലാം സെറ്റായി. അകത്ത് താഴത്തെ കാഴ്ച ഒരു രക്ഷയില്ല. ഇരിപ്പുണ്ട്. ഒരാൾ താഴോട്ട് പോയിട്ട് ഇതുവരെ കാണുന്നില്ല. കാരണം വല്ല മീനൊക്കെ പിടിച്ചോണ്ട് വരത്തോളം തോന്നുന്നു. അങ്ങനെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ വർക്കലയ്ക്ക് സ്വന്തമായിട്ട് സ്ക്യൂബ ഡൈവിങ്ങും എത്തിയിരിക്കുകയാണ്. വർക്കല എടവ ബീച്ചാണ് നമ്മുടെ സ്പോട്ടെന്ന് പറയുന്നത്. സ്പോട്ടെന്ന് പറഞ്ഞാൽ 1.5 സ്പോട്ടാണ്. താഴെ അങ്ങ് ചെറുതാലേ പിന്നെ ഈ ബാക്കി ഇവര് തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ വർക്കല ഇടവ ബീച്ചിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂബ ഡൈവിംഗ് എക്സ്പീരിയൻസ്? ഞങ്ങളെ കൊണ്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഇതാണ് ഗൈസ് നമ്മളെ കൊണ്ടുപോയ അണ്ണൻ. പണിയെടുത്തിട്ട് ബാക്കി സംസാരിക്കാം. അപ്പൊ നമ്മളെ ഇവിടത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പരിപാടിയായിരുന്നു കേട്ടോ. എന്തായാലും ഇതാണ് നമ്മളെ ഇവിടുത്തെ മാനേജർ സാറാണ്. നമുക്കിത് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ഈ ഒരു നമ്മളെ സ്ക്യൂബ ഡൈവിങ്ങിന്റെ ഈ ഒരു പുതിയതായി തുടങ്ങിയ സ്ക്യൂബ ഡൈവിങ് ലൈസൻസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്തായാലും നിങ്ങൾ സേഫ്റ്റി ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോകത്തുള്ളൂ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നിങ്ങൾ എന്താണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് 20% ഡിസ്കൗണ്ടിൽ
വരുന്നവർക്ക് ചെയ്തു കൊടുക്കാം. 20%. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും എന്തായാലും 20% ഡിസ്കൗണ്ട് ആണ്. ഈ സാറാണ് ഇതിന്റെ ഓണർ എന്ന് പറഞ്ഞാൽ. പുള്ളി എയർഫോഴ്സിന്റെ മുന്നേ റിട്ടയർ ആയതാണ്. എയർഫോഴ്സിൽ ഡൈവിംഗ് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്ത സാറാണ്. ലൈസൻസ് ആണ് ഇതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. നോർമലി നമുക്കൊരു ഗസ്റ്റിന് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്ത പോലെ DST തന്നെ ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് വരാൻ വേണ്ടി മാത്രമാണ് DST തന്നെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫഷണലായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എനിക്കിപ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ സർഫിങ് ചെയ്യുന്നതാണ്. അത് ബോയ്സാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ കയ്യിലും കോഴ്സസ് ഉണ്ട്. പാഡിയുടെ കീഴിൽ വരുന്ന ഏതാനും കോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ ആദ്യത്തെ 2-3 ബേസിക് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എവിടെ വേണോ ഡൈവ് ചെയ്യാനുള്ള രീതിയിൽ വരും. പക്ഷേ നമ്മുടെ സിസ്റ്റം വരുന്നത് ബഡ്ഡി സിസ്റ്റമാണ്. ഞാനൊരു ഇൻസ്ട്രക്ടർ ആണെങ്കിൽ പോലും എനിക്ക് ഒറ്റയ്ക്ക് ഡൈവ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ കൂടെ ആരെങ്കിലും ഒരാൾ വേണം എന്നുള്ള രീതിയിൽ ഫ്രീ ആയിട്ട് ആരും പിടിക്കാതെ എടുക്കാതെ സ്വന്തമായിട്ട് ഡൈവ് ചെയ്യാനുള്ള കോഴ്സുകൾ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ ഇങ്ങോട്ടൊന്ന് ചോദിച്ചാൽ ഇവരുടെ ഫുൾ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു നമ്മളെ ഇന്ന് സ്ക്യൂബ ഡൈവിങ്ങിന് കൊണ്ടുപോയ ഇവരുടെ ടീം. ഇവർ ചെയ്ത് കഴിഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇവർക്ക് ഒരു തിയറി ക്ലാസ് ഉണ്ട്. തിയറി കഴിഞ്ഞ ശേഷം പൂളിൽ ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നേരെ ബീച്ചിലോട്ട് വരുന്നു, ഒരു ബോട്ട് എടുക്കുന്നു, നേരെ ഡൈവിന് പോകുന്നു. നമ്മൾ ഡൈവ് സൈറ്റ് തന്നെ ഇരിക്കുന്നത് എൻ്റെ 12 മീറ്ററിലാണ് ഡൈവ് സൈറ്റ് ഇരിക്കുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നുള്ളത് നമ്മള് വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അത് നമുക്ക് വേറെ ഒന്നും പറയാനില്ല, വീഡിയോയിലൂടെ. ഓക്കെ, പക്കയായിരുന്നില്ലേ ബ്രോ? നിങ്ങൾക്ക് എന്തായിരുന്നു അഭിപ്രായം? നമ്മൾ ഒട്ടിപ്പൊളി, ഒരു രക്ഷയില്ല. സാറ്റിസ്ഫൈഡ് അല്ലേ നിങ്ങൾ? ആണ്. അങ്ങനെ സ്കൂബ ഡൈവിങ്ങിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. സോ അവർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കെയർ ഓഫിലായിരുന്നു. നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനലിന്റെ പേര് പറയുകയാണെങ്കിൽ 20% ആണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയി കിട്ടും. അതുപോലെ തന്നെ എല്ലാ ലൈസൻസ് കാര്യങ്ങളും എല്ലാം അപ്രൂവ്ഡ് ആണ്. അതുപോലെ തന്നെ ഓരോ ആളിനെയും, നമ്മളിപ്പോ വരുന്ന ഓരോ ആളിനെയും വളരെയേറെ ഫ്രണ്ട്ലിയോടാണ് കേട്ടോ അവർ ഡീൽ ചെയ്യുന്നത്. അതുപോലെ അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാൻ വേണ്ട എനിക്ക് പേടിയെന്ന് പറഞ്ഞിട്ടും അവരെന്നെ മനസ്സിലാക്കി കൊണ്ടുപോയി അവിടുത്തെ ഫുൾ കാഴ്ചകൾ കാണിച്ചു. സോ അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. സേഫ്റ്റി പക്ക സേഫ്റ്റിയാണ്. ലൈസൻസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് സെറ്റാണ്. അതുപോലെ തന്നെ എനിക്ക് ആദ്യം ചെറിയ ഒരു ഞാനിനി എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത കടലിറങ്ങിയപ്പോ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജസ്റ്റ് കുറച്ച് നേരത്തെ ആ ഒരു കഷ്ടപ്പാടിന് ശേഷം ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മേളിലേക്ക് പോയാലോ എന്നൊക്കെ ആലോചിച്ച് ആ ഒരു ചിന്താഗതി വന്നാൽ തന്നെ മേളിലേക്ക് വന്നു. പക്ഷേ രണ്ടാമത് മുങ്ങിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ആദ്യം പോയിട്ടാണ് പറഞ്ഞത് നീ പോയി നോക്ക്, അടിപൊളിയാണ്. അങ്ങനെയാണ് ഞാനും പിന്നീട് പോയത്. സോ നമ്മുടെ ഈ ഒരു കേരളത്തില് ട്രിവാൻഡ്രം ജില്ല, ട്രിവാൻഡ്രം കൊല്ലക്കാർക്കൊക്കെ ഏറ്റവും അടുത്ത് വരാൻ പറ്റുന്ന വർക്കല വിസിറ്റ് ചെയ്യുന്നവരുടെ ഒരു മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആണ് മച്ചാമാരെ. എല്ലാവരും കയറി വിസിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും കടല് കണ്ട് കൂടെ പോവുകയാണ്. ഇനിയും പോണോന്നൊക്കെ പറഞ്ഞ് അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് വിടുകയാണ്. അതുകൊണ്ട് ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും കൊണ്ടത് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ വർക്കല വരുന്നവർക്ക് നല്ല കിടില ഒരു എക്സ്പീരിയൻസ് ആണ് സ്ക്യൂബ ഡൈവിങ്. അങ്ങനെ ഡൈവിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് അവർ നമുക്ക് തരും. അതോടൊപ്പം തന്നെ ടീഷർട്ടും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും വർക്കല കാപ്പിൽ ഇടവ ബീച്ചിലേക്ക് വരിക, സ്ക്യൂബ ഡൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.